നമസ്കാരം കൂട്ടുകാരെ. കണ്ണുകളടച്ച് പതുക്കെ ശ്വാസമെടുക്കൂ. പുറം ലോകത്തെ ബഹളങ്ങളെല്ലാം പതുക്കെ മാഞ്ഞുപോവട്ടെ. മനസ്സിനെ ശാന്തമാക്കാൻ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു കഥയുമായി നിദ്രാ വൈബ് വീണ്ടും നിങ്ങളുടെ അരികിലെത്തിയിരിക്കുന്നു. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് കാലത്തിന്റെ പിന്നിലേക്കാണ്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിൽ പ്രണയത്തിനു വേണ്ടി പൊരുതിയ ഒരു മനുഷ്യന്റെ അവിശ്വസനീയമായ ജീവിതത്തിലേക്ക്. ദശരഥ് മാഞ്ചി എന്ന ആ വലിയ പോരാട്ടവീര്യം നമുക്കിന്ന് രാത്രി ഒരു ശാന്തമായ സ്വപ്നമായി അനുഭവിക്കാം. ഈ യാത്രയിൽ നിങ്ങളും പങ്കുചേരുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള മനോഹരമായ നിമിഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞൊരു കമന്റ് താഴെ രേഖപ്പെടുത്തുന്നത് എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ഇനി നമുക്ക് ആ പരുക്കൻ മലനിരകളിലെ ശാന്തമായ രാത്രികളിലേക്ക് കടക്കാം. ഈ ഇതിഹാസകഥയെ 5 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പട്ടിണി കാരണം തന്റെ ബാല്യത്തിൽ ദശരഥ് നാടുവിടുന്നതിനെക്കുറിച്ചും നാം കേൾക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഫാൽഗുനി എന്ന പ്രണയം കടന്നുവരുന്നതും എന്നാൽ വിധി ആ മലയുടെ രൂപത്തിൽ അവരുടെ ജീവിതം തകർക്കുന്നതും നാം അറിയും. സങ്കടം പകയായി മാറ്റി ഉളിയും ചുറ്റികയുമായി ആ കൂറ്റൻ മലയോട് അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ അറിയും. ലോകം പരിഹസിക്കുമ്പോഴും വിശപ്പും ദാഹവും സഹിച്ച് 22 വർഷം അദ്ദേഹം നടത്തിയ ആ അസാമാന്യമായ തപസ്സിനെക്കുറിച്ച് നമ്മൾ കേൾക്കും. അവസാനമായി ആ മല തോൽക്കുന്നതും തന്റെ ഗ്രാമത്തിന് അദ്ദേഹം വെളിച്ചമാകുന്നതും ആ വലിയ മനുഷ്യന്റെ വിടവാങ്ങലുമാണ് നാം കേൾക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, നമുക്കൊന്ന് സങ്കൽപ്പിക്കാം. 1934 ഒരു നിശബ്ദമായ രാത്രി. ബീഹാറിലെ ഗയാ ജില്ലയിലുള്ള ഗഹ്ലൂർ എന്ന കൊച്ചു ഗ്രാമം. പുറം ലോകത്തിന് ആ ഗ്രാമം വെറുമൊരു പേരു മാത്രമായിരുന്നു. എന്നാൽ അവിടുത്തെ മനുഷ്യർക്ക് അതൊരു തടവറയായിരുന്നു. ഗഹ്ലൂർ ഗ്രാമത്തെ ചുറ്റിവരിഞ്ഞ് 300 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ആ കൂറ്റൻ മലനിരകൾ പ്രകൃതിയുടെ ഒരു മതിൽക്കെട്ട് പോലെ അവിടെ നിലകൊണ്ടു. ആ രാത്രിയിലാണ് ദശരഥ് എന്ന ആ കുഞ്ഞു ബാലൻ ജനിച്ചത്. അന്നാ ഗ്രാമത്തിൽ വൈദ്യുതിയോ റോഡുകളോ ഒന്നുമുണ്ടായിരുന്നില്ല. ഒരു തുള്ളി കുടിവെള്ളത്തിനു പോലും മൈലുകളോളം ആ മലകൾക്കിടയിലൂടെ നടക്കണമായിരുന്നു. ദശരഥ വളർന്നത് ആ മലകളെ നോക്കിയാണ്. പകൽ വെളിച്ചത്തിൽ ആ മലകൾക്ക് ഒരു വന്യമായ ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ ആ മലകൾ ഒരു ഭീമാകാരനായ രാക്ഷസനെപ്പോലെ ഗ്രാമത്തിനു മുകളിൽ നിഴൽ വീഴ്ത്തി. ഗ്രാമത്തിലെ മുതിർന്നവർ പറയുമായിരുന്നു, ഈ മലകൾ നമ്മുടെ വിധിയാണ്, ഇതിനപ്പുറം നമുക്കൊരു ലോകമില്ല. വിദ്യാഭ്യാസമോ ആരോഗ്യപരിപാലനമോ ആ ഗ്രാമത്തിലെ കുട്ടികൾക്കന്ന് അന്യമായിരുന്നു. ഒരു ചെറിയ പനി വന്നാൽ പോലും മല ചുറ്റി 70 കിലോമീറ്റർ ദൂരം ആശുപത്രിയിലെത്താൻ കഴിയാതെ എത്രയോ ജീവനുകൾ ആ മണ്ണിൽ പുലിഞ്ഞുപോയിട്ടുണ്ടാവാം. ദശരഥ് എന്ന കുഞ്ഞു ബാലൻ തന്റെ പിതാവിനോടൊപ്പം ജന്മിമാരുടെ പാടങ്ങളിൽ പണിയെടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ആ കൂറ്റൻ മലയിലായിരുന്നു. ആ മലകൾ തങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് അവൻ അറിഞ്ഞു തുടങ്ങി. പക്ഷേ ആ മലയെ പുരന്നൊരു വഴിവെട്ടുക എന്നത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ആ പാറക്കൂട്ടങ്ങളെ സാക്ഷി നിർത്തി ദശരഥ് തന്റെ ബാല്യം അവിടെ ചിലവഴിച്ചു. ആ മലയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരുന്ന വിധി എന്താണെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ദശരഥിനിപ്പോൾ 10-12 വയസ്സു പ്രായം. കളിച്ചു നടക്കേണ്ട ആ പ്രായത്തിലും വിശപ്പായിരുന്നു അവന്റെ ഏറ്റവും വലിയ കൂട്ട്. വീട്ടിലെ ദാരിദ്ര്യം ഓരോ ദിവസവും അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിനു പോലും ജന്മിമാരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്ന ആ കൊച്ചുബാലന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഒരു രാത്രിയിൽ ഗ്രാമം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദശരഥ് ആരുമറിയാതെ ആ കുടിലിൽ നിന്നും പുറത്തിറങ്ങി. കയ്യിലൊന്നുമുണ്ടായിരുന്നില്ല. ഉള്ളിൽ അജ്ഞാതമായ ഒരിടത്തേക്കുള്ള ഭയവും പ്രതീക്ഷയും മാത്രം. ആ ഇരുട്ടിൽ ആ കൂറ്റൻ മലയുടെ നിഴലിലൂടെ അവൻ നടന്നു. കാൽപാദങ്ങളിൽ കൂർത്ത കല്ലുകൾ തറഞ്ഞുകയറി. കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേട്ട് അവൻ പേടിച്ചു വിറച്ചു. എങ്കിലും വിശപ്പിനേക്കാൾ വലിയൊരു പേടി അവനെ അന്ന് വേട്ടയാടിയിരുന്നില്ല. അവൻ ആ മല ചുറ്റി നടന്നു.
ആദ്യമായാണ് അവൻ ആ വലിയ മതിലിനപ്പുറത്തേക്ക് കടക്കുന്നത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും താൻ ജനിച്ച മണ്ണിൽ നിന്നും അകലുകയാണെന്ന തിരിച്ചറിവ് അവനെ സങ്കടപ്പെടുത്തി. എങ്കിലും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ ആ നാടുവിട്ടേ മതിയാവുകയായിരുന്നുള്ളൂ. ഒടുവിൽ അവൻ എത്തിപ്പെട്ടത് ഒരു തീവണ്ടി നിലയത്തിലായിരുന്നു. അവിടുന്നങ്ങോട്ട് അവന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ മറ്റൊരു ലോകം തുറക്കപ്പെടുകയായിരുന്നു. ട്രെയിൻ കയറി ദശരഥ് ചെന്നുനിന്നത് ധൻബാദിലെ കൽക്കരി ഖനികൾക്ക് മുന്നിലായിരുന്നു. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലുകളും കരിപുരണ്ട മനുഷ്യരും അവനെ അമ്പരപ്പിച്ചു. ഒരു ചെറിയ പയ്യനായ അവനെ ഖനിയിലെ ജോലിക്കെടുത്തു. അവിടുന്നങ്ങോട്ട് അവന്റെ ജീവിതം ഭൂമിക്കടിയിലെ ആ ഇരുണ്ട ഗുഹകളിലായി. കിലോമീറ്ററുകളോളം താഴ്ചയിലുള്ള കൽക്കരി ഖനികളിൽ ശ്വാസം മുട്ടിക്കുന്ന ചൂടിൽ അവൻ പണിയെടുത്തു. കയ്യിൽ ഒരു വലിയ ചുറ്റികയും ഉളിയും. കൽക്കരിപ്പാറകൾ തകർക്കുക എന്നതായിരുന്നു അവന്റെ ജോലി. പകലില്ലാത്ത, രാത്രിയില്ലാത്ത ആ ഇരുണ്ട ലോകത്ത് അവൻ തന്റെ യൗവനം ചിലവഴിച്ചു. ഓരോ തവണയും ചുറ്റിക പാറയിൽ ആഞ്ഞടിക്കുമ്പോൾ ചിതറുന്ന കരിങ്കൽ കഷ്ണങ്ങൾക്കിടയിൽ അവൻ തന്റെ ഗ്രാമത്തെ ഓർത്തു. പാറകളുടെ സ്വഭാവം അവൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഏതൊരു കഠിനമായ കല്ലിനെയും എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന വിദ്യ ഖനികളിലെ ആ നിശബ്ദതയിൽ അവൻ സ്വയം പഠിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ പാറ പോലെ ഉറച്ചു. വർഷങ്ങൾ കടന്നുപോയിട്ടും ആ ഖനികളിലെ ഇരുട്ടിലും അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ഗഹലൂരിലെ ആ പാവപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങളായിരുന്നു. ഒടുവിൽ ആ മണ്ണിലേറ്റ് തന്നെ തിരിച്ചുപോകാൻ അവന്റെ മനസ്സു വെമ്പൽ കൊണ്ടു. വർഷങ്ങൾ ധൻബാദിലെ കൽക്കരി ഖനികളിലെ ഇരുട്ടിൽ കടന്നുപോയി. ദശരഥിപ്പോൾ പഴയ ആ കൊച്ചു ബാലനല്ല. ഖനികളിലെ കഠിനമായ ജോലി അവന്റെ ശരീരത്തെ ഒരു പാറ പോലെ ഉറപ്പിച്ചു കഴിഞ്ഞു. കറുത്ത കൽക്കരിപ്പൊടി പുരണ്ട ആ യൗവനകാലം അവന് നൽകിയത് അസാമാന്യമായ കരുത്തായിരുന്നു. എങ്കിലും ഓരോ രാത്രിയിലും ഖനിയുടെ ആഴങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മനസ്സ് ഗഹ്ലൂരിലെ ആ പരുക്കൻ മലനിരകളിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഒടുവിൽ ഒരു ദിവസം തന്റെ സമ്പാദ്യമെല്ലാം ഒരു ചെറിയ പൊതിയിലാക്കി ദശരഥ് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. ട്രെയിനിറങ്ങി ദൂരെയുള്ള ആ കൂറ്റൻ മല കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ആശ്വാസം തോന്നി. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ദശരഥന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ അവന്റെ ആ ഉറച്ച നടത്തവും ദൃഢമായ കണ്ണുകളും അവൻ തങ്ങളുടെ സ്വന്തം ദശരഥ് തന്നെയാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. ഗ്രാമം പഴയതുപോലെ തന്നെയായിരുന്നു. ഇപ്പോഴും റോഡുകളില്ല, ഇപ്പോഴും വെള്ളമില്ല. മലകൾ ഇപ്പോഴും ഒരു വലിയ മതിലായി ഗ്രാമത്തെ ശ്വാസം മുട്ടിക്കുന്നു. പക്ഷേ ദശരഥന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ കരുത്തുണ്ടായിരുന്നു. ആ കല്ലും മണ്ണും നിറഞ്ഞ ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. തന്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, ആ മലയുടെ തണലിൽ അവൻ തന്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ആ ജീവിതത്തിലേക്കായിരുന്നു ഫാൽഗുനി എന്ന വലിയൊരു സ്വപ്നം കടന്നുവരാൻ പോകുന്നത്. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ദശരഥന്റെ ജീവിതത്തിലേക്ക് വസന്തം വന്നത് ഫാൽഗുനി ദേവിയിലൂടെയായിരുന്നു. അതൊരു മനോഹരമായ കണ്ടുമുട്ടലായിരുന്നു. ദരിദ്രമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഫാൽഗുനി ആ ഗ്രാമത്തിലെ മറ്റു പെൺകുട്ടികളെപ്പോലെ തന്നെ കഠിനാധ്വാനിയായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞു. ദശരഥന് അവൾ വെറുമൊരു ഭാര്യയായിരുന്നില്ല, മറിച്ച് അവന്റെ ലോകമായിരുന്നു. ആ കല്ലും മണ്ണും നിറഞ്ഞ വരണ്ട ഗഹ്ലൂരിലെ ഒരേയൊരു കുളിർമ ഫാൽഗുനിയായിരുന്നു. വലിയ കൊട്ടാരങ്ങളോ ആഡംബരങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. ഒരിത്തിലി കഞ്ഞിയും അന്തിയുറങ്ങാൻ ഒരു ചെറിയ കുടിലും പരസ്പരമുള്ള സ്നേഹവും, അതായിരുന്നു അവരുടെ സ്വർഗം. ഓരോ ദിവസവും ദശരഥ് മലയുടെ മറുവശത്തുള്ള പാടങ്ങളിൽ പണിക്കു പോകും. കഠിനമായ വെയിലിൽ ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ മലമുകളിലൂടെ നടന്നുവരുന്ന ഫാൽഗുനിയെ കാണുന്നത് അവന് വലിയ ആശ്വാസമായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ വഴുതി വീഴാതെ തലയിൽ ഭക്ഷണപ്പൊതിയുമേന്തി അവൾ വരുമ്പോൾ ദശരഥ് മലയടിവാരത്തിൽ കാത്തുനിൽക്കും. അവർ ഒരു ഇലയിലിരുന്ന് ആ ഭക്ഷണം പങ്കുവെച്ചു കഴിക്കുമ്പോൾ ആ കൂറ്റൻ മലകൾക്ക് പോലും അവരുടെ സ്നേഹത്തിനു മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു. ആ മനോഹരമായ പ്രണയത്തിന്മേൽ വിധിയൊരു കരിനിഴൽ വീഴ്ത്താൻ പോകുകയാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാലം പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. ഫാൽഗുനി ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞുകുടിലിൽ പുതിയൊരതിഥി വരാൻ പോകുന്നു എന്ന സന്തോഷത്തിലായിരുന്നു ദശരഥ്. തന്റെ കഠിനാധ്വാനം കൂട്ടി ആ മക്കൾക്കെങ്കിലും നല്ലൊരു ഭാവി കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും ആ മലനിരകൾ ഇപ്പോഴും അവർക്ക് മുന്നിൽ ഒരു തടസ്സമായി നിന്നു. വെള്ളം കൊണ്ടുവരാനും ചന്തയിൽ പോകാനും എന്തിനും ഏതിനും ആ അപകടം പിടിച്ച മലകൾ താണ്ടണമായിരുന്നു. ഫാൽഗുനി ഓരോ തവണ മല കയറുമ്പോഴും ദശരഥന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. എങ്കിലും ആ ഗ്രാമത്തിലെ മനുഷ്യർക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ മലകൾ അവരുടെ വിധിയായി മാറിയിരുന്നു.
1959 ആ ഉച്ചസമയത്തിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നു. ദശരഥ് പതിവ് പോലെ മലയുടെ മറുവശത്ത് പണിയിലാണ്. വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം അവശനായിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ എപ്പോഴത്തെയും പോലെ ഭക്ഷണവുമായി വരുമെന്ന് അദ്ദേഹം കാത്തിരുന്നു. പക്ഷേ ആ ദിവസം ഫാൽഗുനി വന്നില്ല. ദൂരെയുള്ള മലയുടെ ചരിവിൽ നിന്നൊരു നിലവിളി ഉയർന്നു. ദശരഥന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അദ്ദേഹം മലയുടെ ചുവട്ടിലേക്ക് ഓടി. ഫാൽഗുനി വരാൻ വൈകുന്നതെന്താണെന്ന് ആലോചിച്ച് അയാൾ മലയുടെ മുകളിലേക്ക് നോക്കി. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ശബ്ദം കേട്ടത്. കല്ലുകൾ മലമുകളിൽ നിന്നും ഉരുണ്ടു വീഴുന്ന ശബ്ദം. അതോടൊപ്പം ഹൃദയം തകർക്കുന്ന ഒരു നിലവിളിയും. ദശരഥ് സർവ്വകരുത്തുമെടുത്ത് മലയടിവാരത്തിലേക്ക് ഓടി. അവിടെ കൂർത്ത പാറക്കൂട്ടങ്ങൾക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട ഫാൽഗുനി ബോധരഹിതയായി കിടക്കുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന മൺപാത്രം ചിന്നിച്ചിതറിക്കിടക്കുന്നു. വെള്ളത്തിനു പകരം ആ പാറകളിൽ പടരുന്നത് അവളുടെ ചോരയായിരുന്നു. ദശരഥ് അവളെ കൈകളിൽ കോരിയെടുത്തു. ഫാൽഗുനി, കണ്ണു തുറക്കൂ, അയാൾ അലറിക്കരഞ്ഞു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. മലയുടെ മുകളിൽ നിന്നും വഴുതി വീണ ആ ആഘാതത്തിൽ അവളുടെ ശരീരം തകർന്നിരുന്നു. ആശുപത്രിയിലെത്തിച്ചാൽ അവളെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആ കൂറ്റൻ മല അവർക്ക് മുന്നിൽ ഒരു വൻമതിലായി നിന്നു. 70 കിലോമീറ്റർ ദൂരം ആ മല ചുറ്റി സഞ്ചരിക്കാൻ അന്ന് ദശരഥന്റെ കയ്യിൽ വാഹനങ്ങളില്ലായിരുന്നു. ആ മലയുടെ തണലിൽ വെച്ച് തന്റെ ഭർത്താവിന്റെ കൈകളിൽ കിടന്ന ഫാൽഗുനി എന്നേക്കുമായി കണ്ണുകളടച്ചു. ദശരഥന്റെ ലോകം അവിടെ ഇരുട്ടിലായി. ഫാൽഗുനിയുടെ സംസ്കാരം കഴിഞ്ഞു. ഗഹ്ലൂർ ഗ്രാമമാകെ ആ സങ്കടത്തിൽ പങ്കുചേർന്നു. പക്ഷേ ദശരഥ് മാത്രം ഒന്നും സംസാരിച്ചില്ല. അയാൾ ആ മലയുടെ ചുവട്ടിൽ തന്നെയിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ തന്നിൽ നിന്നും തട്ടിയെടുത്ത ആ പാറക്കൂട്ടങ്ങളെ അയാൾ നോക്കി നിന്നു. നാട്ടുകാർ പറഞ്ഞു, ദശരഥ്, ഇത് വിധിയാണ്, ഇതിനെ നമുക്ക് തടുക്കാനാവില്ല. പക്ഷേ ദശരഥന്റെ ഉള്ളിൽ വിധി എന്ന വാക്കിനു പകരം പക എന്ന വാക്കാണ് മുഴങ്ങിയത്. ഇന്നെന്റെ ഫാൽഗുനി മരിച്ചു, നാളെ ഈ മല കാരണം മറ്റൊരു ഫാൽഗുനിയും ഈ മണ്ണിൽ മരിക്കാൻ പാടില്ല. ആ ചിന്ത അയാളെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ശവസംസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ദശരഥ് തന്റെ കയ്യിലുണ്ടായിരുന്ന 2 ആടുകളെ വിറ്റു. ആ പണം കൊണ്ടയാൾ വാങ്ങിയത് കുറച്ചു ധാന്യങ്ങളും ഒരു വലിയ ചുറ്റികയും ഒരു ഉളിയുമായിരുന്നു. എല്ലാവരും കരുതിയത് അയാൾ പണിക്കു പോകാൻ തയ്യാറെടുക്കുകയാണെന്നാണ്. എന്നാൽ ദശരഥ് പോകുന്നത് മറ്റൊരു യുദ്ധത്തിനായിരുന്നു. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ അഹങ്കാരത്തോടുള്ള ഒരു മനുഷ്യന്റെ യുദ്ധം. 1960 ഒരു പ്രഭാതം. ഗഹ്ലൂർ ഗ്രാമം ഉണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദശരഥ് മാഞ്ചി തന്റെ ചുറ്റികയും ഉളിയുമായി ആ കൂറ്റൻ മലയുടെ മുന്നിൽ ചെന്നു നിന്നു. അയാൾ മലയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ പ്രിയപ്പെട്ടവളെ കൊന്നു, പക്ഷേ നിന്നെ ഞാൻ കൊന്നു വഴിവെട്ടും. അയാൾ തന്റെ ഉളി ആ കഠിനമായ പാറയിൽ വെച്ചു. ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. ഠിക്! ആ ശബ്ദം താഴ്വരയിൽ പ്രതിധ്വനിച്ചു. ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ അമ്പരന്നു. ദശരഥ്, നിനക്ക് ഭാന്തായോ? വെറും ഉളിയും ചുറ്റികയും കൊണ്ട് ഈ മല തകർക്കുമെന്നോ? അവർ പരിഹസിച്ചു ചിരിച്ചു. അയാളുടെ അച്ഛൻ വന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ നോക്കി. മോനെ, നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പക്ഷേ ദശരഥ് ഒന്നും കേട്ടില്ല. അയാൾക്കു കേൾക്കാമായിരുന്നത് പാറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ തന്റെ ഗ്രാമത്തിന്റെ നിലവിളിയായിരുന്നു. ഓരോ തവണ ചുറ്റിക പാറയിൽ തട്ടുമ്പോഴും അയാൾ ഫാൽഗുനിയുടെ മുഖമോർത്തു. ആ ആദ്യത്തെ പ്രഹരം വെറുമൊരു കല്ലു പൊട്ടിക്കലായിരുന്നില്ല, അതൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ്. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ഗഹ്ലൂർ ഗ്രാമത്തിലെ മനുഷ്യർക്ക് ദശരഥ് മാഞ്ചി ഇപ്പോൾ ഒരു കാഴ്ചവസ്തുവായിരുന്നു. ഓരോ പുലർച്ചെയും വെളിച്ചം വീഴുന്നതിനു മുൻപ് അയാൾ ആ മലമുകളിലേക്ക് നടന്നുപോകും. കയ്യിൽ ആ പഴയ ഉളിയും ചുറ്റികയും മാത്രം. ഉച്ചവെയിലിൽ പാറകൾ ചുട്ടുപഴുക്കുമ്പോഴും കഠിനമായ കാറ്റിലും മഴയിലും അയാൾ ആ മലയുടെ നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാർ അയാളെ നോക്കി ചിരിച്ചു. ഇതാ നോക്കൂ, ഭ്രാന്തൻ മാഞ്ചി വരുന്നു, അവർ പരസ്പരം പറഞ്ഞു. സ്വന്തം അച്ഛൻ പോലും നിരാശനായി. നിന്റെ ഭാര്യ മരിച്ചു, അത് നിന്റെ വിധിയാണ്.
അതിനീ മലയെ തകർക്കാൻ നോക്കുന്നത് വിഡ്ഢിത്തമാണ്, അദ്ദേഹം പറഞ്ഞു. പക്ഷേ ദശരഥൊന്നും മിണ്ടിയില്ല. പരിഹാസങ്ങൾ അയാളുടെ കാതുകളിലെത്തിയില്ല. ഓരോ തവണയും ചുറ്റിക പാറയിൽ തട്ടുമ്പോൾ തെറിക്കുന്ന കല്ലിൻ്റെ ചീളുകൾ അയാളുടെ മുഖത്ത് മുറിവുകളുണ്ടാക്കി. കൈവെള്ളയിൽ ചോര കിനിയുന്ന തഴമ്പുകൾ വന്നു. പക്ഷേ ആ വേദനയേക്കാൾ വലുതായിരുന്നു അയാളുടെ ഉള്ളിലെ പ്രണയം. നീ തോൽക്കും, ഒരു ദിവസം നീ തോൽക്കും, അയാൾ ആ പാറക്കൂട്ടങ്ങളോട് രഹസ്യമായി മന്ത്രിച്ചുകൊണ്ടിരുന്നു. ലോകം അയാളെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ ആ മല മാത്രം അയാളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ആഴമറിഞ്ഞു തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. ദശരഥിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരപ്പൊതികൾ തീർന്നു. പണിക്ക് പോകാത്തതുകൊണ്ട് കയ്യിൽ പണമില്ലായിരുന്നു. വിശപ്പ് അയാളെ വേട്ടയാടി. ചില ദിവസങ്ങളിൽ കാട്ടുപഴങ്ങളും ഇലകളും കഴിച്ച് അയാൾ വിശപ്പടക്കി. വെള്ളത്തിനായി മൈലുകളോളം നടന്നു. ഒരു രാത്രിയിൽ കഠിനമായ മഴ പെയ്തു. മലവെള്ളപ്പാച്ചിലിൽ ദശരഥിൻ്റെ ചെറിയ കുടിൽ ഒലിച്ചുപോയി. അയാൾക്ക് അഭയം നൽകാൻ ആരുമില്ലായിരുന്നു. ഒടുവിൽ ആ മലയുടെ ഒരു ഗുഹയ്ക്കുള്ളിൽ അയാൾ അഭയം തേടി. ആ തണുത്ത രാത്രിയിൽ വിറയ്ക്കുന്ന ശരീരവുമായി ഇരിക്കുമ്പോഴും അയാൾ തൻ്റെ ഉളിയും ചുറ്റികയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഗ്രാമവാസികൾ കരുതിയത് ആ മഴയോടെ ദശരഥ് തൻ്റെ ദൗത്യം ഉപേക്ഷിക്കുമെന്നാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ഗ്രാമമാകെ വീണ്ടും ആ ശബ്ദം കേട്ടു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മനുഷ്യൻ്റെ തോൽക്കാൻ തയ്യാറല്ലാത്ത മനസ്സിൻ്റെ സ്പന്ദനമായിരുന്നു. പ്രകൃതി പോലും ആ മനുഷ്യൻ്റെ കരുത്തിനു മുന്നിൽ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയിട്ടുണ്ടാവാം. വർഷമൊന്നു കഴിഞ്ഞു. ദശരഥ് ഇപ്പോൾ ആ മലയുടെ ഓരോ സ്പന്ദനവും അറിയുന്ന ഒരാളായി മാറി. ഏത് പാറയിലാണ് അടിക്കേണ്ടതെന്നും ഏത് കല്ലാണ് പെട്ടെന്ന് പിളരുന്നതെന്നും അയാൾക്ക് മനപ്പാടമായി. ധൻബാദിലെ ഖനികളിൽ പഠിച്ച വിദ്യകൾ അയാൾ ഇവിടെ പ്രയോഗിച്ചു. ഒരു കഠിനമായ പാറയെ പിളർത്താൻ അയാൾ ഒരു പുതിയ മാർഗം കണ്ടെത്തി. പാറയുടെ മുകളിൽ ഉണങ്ങിയ വിറകുകൾ കൂട്ടിയിട്ട് അയാൾ തീ കത്തിച്ചു. പാറ ചുട്ടുപഴുക്കുമ്പോൾ അതിലേക്ക് തണുത്ത വെള്ളമൊഴിക്കും. അപ്പോൾ പാറയിൽ വിള്ളലുകൾ വീഴും. ആ വിള്ളലുകളിലേക്ക് ഉളി ഇറക്കി വെച്ച് അയാൾ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. ആ വലിയ മലയുടെ നെഞ്ചിൽ ഒരു ചെറിയ വിള്ളൽ വീണു തുടങ്ങിയിരിക്കുന്നു. 360 അടി നീളമുള്ള ഒരു വഴി തൻ്റെ മനക്കണ്ണിൽ കണ്ട് അയാൾ ആ പാത വെട്ടിത്തെളിച്ചു. നാട്ടുകാർ പരിഹസിക്കുന്നത് നിർത്തി പതുക്കെ അത്ഭുതപ്പെടാൻ തുടങ്ങി. ചിലർ ദൂരെ എങ്ങോ ഇരുന്ന് ആ വൃദ്ധനായ മനുഷ്യൻ മലയുമായി നടത്തുന്ന ഗുസ്തി നോക്കി നിന്നു. ദശരഥ് മാഞ്ചി എന്ന പേര് ഗഹ്ലൂർ കടന്ന് പുറം ലോകത്തേക്ക് പതുക്കെ ഒഴുകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ യാത്രയുടെ കഷ്ടപ്പാടുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ഗഹ്ലൂർ മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചസ്തമിച്ചുകൊണ്ടിരുന്നു. ദശരഥ് മാഞ്ചി ഇപ്പോൾ പഴയ ആ യുവാവല്ല. അയാളുടെ കറുത്ത മുടിയിൽ നര പടർന്നു തുടങ്ങിയിരിക്കുന്നു. വെയിലേറ്റ് വാടിയ ആ ശരീരം മെലിഞ്ഞുണങ്ങി. എങ്കിലും ആ കൈകളിലെ കരുത്ത് ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഓരോ ദിവസവും അയാൾ ആ മലയുടെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ കുട്ടികളിപ്പോൾ വളർന്നു വലുതായി. അവർക്ക് മാഞ്ചി എന്നതൊരു വിസ്മയമായിരുന്നു. പണ്ട് പരിഹസിച്ചിരുന്നവർ ഇപ്പോൾ അയാളെ കാണുമ്പോൾ ആദരവോടെ നോക്കി നിൽക്കും. ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞവർ പോലും ആ മലയുടെ നടുവിൽ പതുക്കെ തെളിഞ്ഞുവരുന്ന ആ ഇടുങ്ങിയ വഴി കണ്ട് അമ്പരന്നു. ദശരഥ് ആരോടും സംസാരിച്ചില്ല. തൻ്റെ ഉളിയും ചുറ്റികയുമായി അയാൾ ആ മലയുമായി പ്രണയത്തിലായിരുന്നു. ഓരോ കല്ലിളകുമ്പോഴും അയാൾ തൻ്റെ ഫാൽഗുനിയോട് പറയും, നോക്കൂ, ഞാൻ നിനക്കായി ഒരു വഴി ഒരുക്കുകയാണ്. ഇനി ആരും ഇവിടെ വീഴില്ല. ആ വലിയ ദൗത്യം അയാളുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായി മാറി. ബിഹാറിലെ കഠിനമായൊരു വേനൽക്കാലം. മഴമേഘങ്ങൾ ആകാശത്തു നിന്നും മറഞ്ഞുപോയി. ഗഹ്ലൂർ ഗ്രാമമാകെ വരൾച്ചയുടെ പിടിയിലായി. കിണറുകൾ വറ്റി, വയലുകൾ വിണ്ടുകീറി. ഗ്രാമവാസികൾ ജീവിക്കാൻ വകയില്ലാതെ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ദൂരേക്ക് പലായനം ചെയ്തു തുടങ്ങിയിരുന്നു. ദശരഥിൻ്റെ കുടുംബവും ഗ്രാമം വിട്ടുപോകാൻ തീരുമാനിച്ചു. ദശരഥ്, നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. പക്ഷേ ദശരഥ് തലകുലുക്കി. എനിക്ക് പോകാൻ കഴിയില്ല, ഈ വഴി പൂർത്തിയാക്കാതെ ഞാനീ മണ്ണ് വിടില്ല. അയാൾ ഒറ്റയ്ക്കായി. വിജനമായ ആ ഗ്രാമത്തിൽ കരിഞ്ഞുണങ്ങിയ മരങ്ങൾക്കിടയിൽ അയാൾ തൻ്റെ പോരാട്ടം തുടർന്നു.
വിശപ്പടക്കാൻ അയാൾക്കൊന്നുമുണ്ടായിരുന്നില്ല. മലിനമായ വെള്ളം കുടിച്ചും എലിപ്പത്തായങ്ങളിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ ശേഖരിച്ചും അയാൾ ജീവൻ നിലനിർത്തി. ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അയാൾ ആ മല തുരന്നു. ശരീരം തളരുമ്പോൾ അയാൾ ആ പാറയിൽ തലചായച്ചു കിടക്കും. തൻ്റെ ചുറ്റികയിൽ തലചായച്ചുറങ്ങുന്ന ആ വൃദ്ധനായ മനുഷ്യനെ നോക്കി പ്രകൃതി പോലും അന്ന് കണ്ണീർ വാർത്തിച്ചുണ്ടാവാം. പട്ടിണിയേക്കാൾ വലുതായിരുന്നു അയാളുടെ നിശ്ചയദാർഢ്യം. ഒരു സാധാരണക്കാരൻ പട്ടിണിയും പരിഹാസവും നേരിട്ട് തൻ്റെ പ്രണയത്തിനു വേണ്ടി 10 വർഷത്തിലേറെയായി ആ മലയോട് പൊരുതി നിൽക്കുകയാണ്. മലയുടെ പകുതിയോളം ഇപ്പോൾ ദശരഥന് മുന്നിൽ വഴിമാറി തുടങ്ങിയിരിക്കുന്നു. ഗഹ്ലൂർ ഗ്രാമത്തിന് അതൊരത്ഭുതമായിരുന്നു. ഒരു മനുഷ്യന് ഇത്രയധികം സഹിക്കാൻ കഴിയുമോ എന്ന് ലോകം അത്ഭുതപ്പെട്ടു തുടങ്ങുന്ന സമയം. പക്ഷേ ഇനിയുള്ള വർഷങ്ങൾ ഇതിലും കഠിനമായിരുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അയാളുടെ പോരാട്ടം കൂടുതൽ തീവ്രമായി മാറി. വർഷം 10 കഴിഞ്ഞു പോയിരിക്കുന്നു. 1970കളുടെ തുടക്കം. ദശരഥ് മാഞ്ചി ഇപ്പോൾ ആ മലയുടെ ഒരു ഭാഗം തന്നെയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റികയുടെ ഓരോ താളവും ആ ഗ്രാമത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. ഓരോ രാത്രിയിലും പണി കഴിഞ്ഞ് തളർന്ന് തൻ്റെ ചെറിയ കുടിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ആ കുടിലിൻ്റെ ഓരോ കോണിലും ഫാൽഗുനിയുടെ ഓർമ്മകളുണ്ടായിരുന്നു. അവൾ പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ മണം, അവളുടെ ചിരി, ആ മലമുകളിലൂടെ അവൾ നടന്നു വരുമ്പോൾ പാദസരങ്ങൾ കല്ലിൽ തട്ടി കിലുങ്ങുന്ന ശബ്ദം, എല്ലാം മാഞ്ചിക്ക് ഇന്നലെ എന്നോണം ഓർമ്മയുണ്ട്. ആ ഓർമ്മകളാണ് അദ്ദേഹത്തിന് ഓരോ ദിവസവും കരുത്ത് നൽകിയത്. ഫാൽഗുനി, നീ എനിക്ക് തന്ന ആ സ്നേഹത്തിന് പകരമായി ഞാൻ ഈ ലോകത്തിന് നൽകുന്നത് ഈ വഴിയാണ്, അദ്ദേഹം സ്വയം മന്ത്രിക്കും. സങ്കടം ഒരു കനലായി ഉള്ളിൽ പുകയുമ്പോൾ അത് കഠിനാധ്വാനത്തിൻ്റെ അഗ്നിയായി മാറും. പ്രായം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് കൂടുതൽ ഉറച്ചുകൊണ്ടിരുന്നു. ഒരു വേനൽക്കാലത്ത് ഗഹ്ലൂർ മലനിരകളിൽ ഭീകരമായ കാട്ടുതീ പടർന്നുപിടിച്ചു. ഉണങ്ങിയ പുല്ലുകളും മരങ്ങളും ആളിപ്പടർന്നു. ഗ്രാമവാസികൾ പേടിച്ച് വീടുകൾക്കുള്ളിൽ ഒളിച്ചു. പക്ഷേ ദശരഥ് മാഞ്ചി തൻ്റെ മല വിട്ടുപോയില്ല. തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴും അയാൾ പാറകൾക്കിടയിൽ തൻ്റെ പണി തുടർന്നു. കാട്ടുതീയുടെ ആ ചൂടിൽ പാറകൾ കൂടുതൽ കഠിനമായി. പുക കാരണം ശ്വസിക്കാൻ പോലും പ്രയാസമായി. പക്ഷേ മാഞ്ചി ഒരു തുണിക്കഷ്ണം കൊണ്ട് മുഖം പൊതിഞ്ഞുകെട്ടി. ചൂടേറ്റ് പാറകൾ പൊട്ടുമ്പോൾ ചിതറുന്ന കഷ്ണങ്ങൾക്കിടയിലൂടെ അയാൾ തൻ്റെ ഉളി ആഴ്ത്തിയിറക്കി. പ്രകൃതി ഓരോ തവണയും ഓരോ തടസ്സങ്ങൾ വയ്ക്കുമ്പോഴും മാഞ്ചി കൂടുതൽ കരുത്തനായി മാറി. ആ കാട്ടുതീ അണഞ്ഞപ്പോൾ ലോകം കണ്ടത് കരിപുരണ്ട മുഖവുമായി പകുതിയോളം തകർന്ന ആ വലിയ മലയുടെ നടുവിൽ നിൽക്കുന്ന ദശരഥ് മാഞ്ചിയെയാണ്. പ്രകൃതി പോലും ആ മനുഷ്യന്റെ പിടിവാശിക്ക് മുന്നിൽ പരാജയം സമ്മതിച്ചു തുടങ്ങിയിരുന്നു. മാഞ്ചിയുടെ പ്രശസ്തി പതുക്കെ പുറം ലോകത്തേക്കെത്താൻ തുടങ്ങി. വനം വകുപ്പ് അധികൃതർ ഈ വിവരമറിഞ്ഞു. സർക്കാർ അനുവാദമില്ലാതെ മല തുരക്കുന്നു എന്നാരോപിച്ച് അവർ മാഞ്ചിയെ തടയാനെത്തി. നീ ഈ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, നിന്നെ ജയിലിലടയ്ക്കും, അവർ ഭീഷണിപ്പെടുത്തി. പോലീസുകാർ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി. അയാളുടെ ചുറ്റികയും ഉളിയും അവർ പിടിച്ചെടുത്തു. പക്ഷേ ലോക്കപ്പിനുള്ളിൽ ഇരിക്കുമ്പോഴും മാഞ്ചി ശാന്തനായിരുന്നു. എന്നെ നിങ്ങൾ എത്ര കാലം പൂട്ടിയിടും? എന്റെ മല അവിടെ കാത്തിരിക്കുകയാണ്, അദ്ദേഹം അവരോട് പറഞ്ഞു. ഗ്രാമവാസികൾ ആദ്യമായി മാഞ്ചിക്കു വേണ്ടി ശബ്ദമുയർത്തി. അയാൾ നമുക്കു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ അധികൃതർക്ക് മാഞ്ചിയെ വിട്ടയക്കേണ്ടി വന്നു. തിരികെ വന്ന മാഞ്ചി ആദ്യം ചെയ്തത് തൻ്റെ ആയുധങ്ങൾ തേടിപ്പിടിക്കുക എന്നതായിരുന്നു. ലോകത്തിലെ ഒരു നിയമത്തിനും തൻ്റെ പ്രണയത്തിൻ്റെ ലക്ഷ്യത്തെ തടയാനാവില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. വർഷങ്ങൾ 15 കടന്നുപോയിരിക്കുന്നു. ദശരഥ് മാഞ്ചി ഇപ്പോൾ ആ മലയുടെ മുകളിൽ ഒറ്റയ്ക്കാണ്. മക്കളും ബന്ധുക്കളും ജീവിക്കാനായി പട്ടണങ്ങളിലേക്ക് ചേക്കേറി. ഗ്രാമം വിജനമായി. പക്ഷെ ഓരോ പുലർച്ചെയും ആ പഴയ ശബ്ദം ഗഹ്ലൂർ താഴ്വരയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മാഞ്ചിക്കിപ്പോൾ പാറകളുമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഏത് പാറയിലാണടിച്ചാൽ അത് പെട്ടെന്ന് പിളരുക എന്ന് അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കറിയാമായിരുന്നു. ചില രാത്രികളിൽ നിലാവിൽ ആ മലമുകളിലിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഫാൽഗുനിയോട് സംസാരിക്കും. നോക്കൂ ഫാൽഗുനി, പകുതിയിലധികം ദൂരം ഞാൻ പിന്നിട്ട് കഴിഞ്ഞു, ഇനി അധികം ദൂരമില്ല. ആ മലയുടെ കഠിനമായ നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റികയുടെ ശബ്ദം ഒരു സംഗീതം പോലെ ഒഴുകി. ലോകം മറന്ന ആ മനുഷ്യനെ പ്രകൃതി മാത്രം ആദരവോടെ നോക്കി നിന്നു. ഭീകരമായൊരു വരൾച്ച കാലമായിരുന്നു അത്. കിണറുകളിൽ ഒരു തുള്ളി വെള്ളമില്ല. മരങ്ങൾ കരിഞ്ഞുണങ്ങി.
കഴിക്കാൻ ഒരു തരി ധാന്യം പോലുമില്ലാത്ത അവസ്ഥ. ദശരഥ് മാഞ്ചി വല്ലാതെ തളർന്നു. ശരീരം മെലിഞ്ഞ് എല്ലും തോലുമായി മാറി. കൈകളിൽ ചുറ്റിക പിടിക്കാൻ പോലുമാവാത്ത വിധം അദ്ദേഹം അവശനായി. ആ സമയത്താണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. മലമുകളിലെ മാളങ്ങളിൽ എലികൾ ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട്. വിശപ്പ് സഹിക്കവയ്യാതെ ആ എലിപ്പത്തായങ്ങളിൽ നിന്നും ധാന്യമണികൾ ശേഖരിച്ചു. അത് കഴിച്ചും മലിനമായ കുളങ്ങളിലെ വെള്ളം കുടിച്ചും അദ്ദേഹം തൻ്റെ ജീവൻ നിലനിർത്തി. എൻ്റെ മരണം ഈ മലയുടെ മുന്നിലായിരിക്കണം, പക്ഷേ അത് ഈ വഴി തീർത്തതിന് ശേഷം മാത്രമായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനം മരണത്തെപ്പോലും തോൽപ്പിച്ചു. പട്ടിണിയേക്കാൾ വലുതാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യമെന്ന് ആ നാളുകൾ ലോകത്തിന് കാണിച്ചുകൊടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. മലയുടെ നടുവിൽ വലിയൊരു പാറ പിളർന്നപ്പോൾ അതിനിടയിലൂടെ മറുവശത്തെ വെളിച്ചം മാഞ്ചി കണ്ടു. ഇത്രയും കാലം ഒരു മതിൽ പോലെ നിന്നിരുന്ന മലയുടെ ഹൃദയം പിളർന്നിരിക്കുന്നു. ആ ചെറിയ വിള്ളലിലൂടെ കണ്ട വെളിച്ചം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറച്ചു. അദ്ദേഹം ഓടിച്ചെന്ന് ആ വിള്ളലിലൂടെ മറുവശത്തേക്ക് നോക്കി. അതാ ദൂരെയുള്ള ഗ്രാമങ്ങളും പാടങ്ങളും അവിടെ തെളിഞ്ഞു കാണുന്നു. 22 വർഷത്തെ യാത്രയിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആ നിമിഷം. ആ വിള്ളൽ ഒരു വലിയ പാതയാക്കി മാറ്റാനുള്ള കരുത്ത് ആ വെളിച്ചം അദ്ദേഹത്തിന് നൽകി. ഞാൻ വരുന്നു, ഞാൻ വരുന്നു എന്നദ്ദേഹം ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ഗഹ്ലൂർ ഗ്രാമത്തിന്റെ ശാപം അവസാനിക്കാൻ പോകുകയാണെന്ന വാർത്ത കാറ്റുപോലെ പടർന്നു പിടിച്ചു. മലയുടെ ഹൃദയത്തിൽ വീണ ആ ചെറിയ വിള്ളൽ ദശരഥൻ നൽകിയത് പുതിയൊരു ജീവനായിരുന്നു. തന്റെ ലക്ഷ്യം കൈപ്പിടിയിലാണെന്ന തിരിച്ചറിവ് ക്ഷീണിച്ച ആ ശരീരത്തിന് ആനയുടെ കരുത്തു നൽകി. 1970കളുടെ പകുതിയായപ്പോഴേക്കും ആ വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യന് നടന്നു പോകാവുന്ന ദൂരത്തിൽ വഴി തെളിഞ്ഞു തുടങ്ങിയിരുന്നു. രാത്രികാലങ്ങളിൽ ആ മലയുടെ മുകളിൽ തനിച്ചിരിക്കുമ്പോൾ ദശരഥ് തന്റെ തഴമ്പിച്ച കൈവെള്ളകളിലേക്ക് നോക്കും. വിരലുകൾക്കിടയിൽ പാറക്കഷ്ണങ്ങൾ തറച്ചു കയറിയുണ്ടായ പാടുകൾ. ചിലപ്പോൾ ആ മുറിവുകളിൽ നിന്നും രക്തമൊലിച്ചിറങ്ങും. പക്ഷേ ആ വേദനയേക്കാൾ വലുതായിരുന്നു ആ പാത പൂർത്തിയാക്കണമെന്ന വാശി. തന്റെ ഉളിയുടെ ഓരോ പ്രഹരവും ആ മലയുടെ അഹങ്കാരത്തെ തകർക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓരോ കല്ലടർന്നു വീഴുമ്പോഴും അദ്ദേഹം പതുക്കെ ചിരിക്കും. നീ തോൽക്കുകയാണ്, എന്റെ ഫാൽഗുനിയുടെ പ്രണയത്തിനു മുന്നിൽ നീ തോൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയർപ്പും രക്തവും ആ പാതയിലെ ഓരോ മൺതരിയിലും നെയ്ച്ചു ചേർന്നു. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ ഈ വാർത്ത കാറ്റുപോലെ പടർന്നു. ഗഹ്ലൂരിലെ ആ ഭ്രാന്തൻ മാഞ്ചി മല തുരന്നു വഴിവെട്ടിയിരിക്കുന്നു. ആരും വിശ്വസിച്ചില്ല. പണ്ട് പരിഹസിച്ച് ചിരിച്ചവർ ഓരോരുത്തരായി ആ മലയടിവാരത്തിലേക്ക് എത്തിത്തുടങ്ങി. അവർ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. ആകാശം മുട്ട നിന്നിരുന്ന മലയുടെ നടുവിൽ കൂർത്ത പാറകൾക്കിടയിൽ ഇതാ ഒരു മനുഷ്യൻ നിർമ്മിച്ച പാത. ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണാൻ തുടങ്ങി. ചിലർ ഭക്ഷണവും വെള്ളവും എത്തിച്ചുകൊടുത്തു. പക്ഷേ മാഞ്ചി അവരോടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് പണിയെടുക്കാൻ വെളിച്ചം വേണമായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ആ പാതയിൽ വെളിച്ചമില്ല. ഗ്രാമവാസികൾ ഓരോരുത്തരായി വന്ന പാതയിൽ വിളക്കുകൾ തെളിച്ചുവെച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ കത്തുന്ന വിളക്കുകളുടെ വെളിച്ചത്തിൽ ഒരു വൃദ്ധൻ മലയോട് പൊരുതുന്നത് കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും ആളുകളെത്തി. ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടവൻ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറുന്ന നിമിഷമായിരുന്നു അത്. മാഞ്ചിയുടെ പ്രശസ്തി ബീഹാർ കടന്ന് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ വരെ എത്തി. പണ്ട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ വന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ ആദരിക്കാൻ തയ്യാറായി വന്നു. അന്നത്തെ സർക്കാരുകൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. ആ പാവം മനുഷ്യൻ ആദ്യമായി തന്റെ ഗ്രാമം വിട്ട് ഒരു വലിയ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ മുഷിഞ്ഞ വസ്ത്രവും തഴമ്പിച്ച കൈകളുമായി അദ്ദേഹം ഡൽഹിയിലെ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ നടന്നു. അന്നത്തെ പ്രധാനമന്ത്രിയെ വരെ അദ്ദേഹം നേരിൽ കണ്ടു. എല്ലാവരും അദ്ദേഹത്തെ മൗണ്ടൻ മാൻ എന്ന് വിളിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. പക്ഷേ മാഞ്ചി ആവശ്യപ്പെട്ടത് തനിക്കു വേണ്ടിയുള്ള പണമോ പദവിയോ ആയിരുന്നില്ല. എന്റെ ഗ്രാമത്തിലേക്കൊരു റോഡ് വേണം, ഒരാശുപത്രി വേണം, ഒരു സ്കൂൾ വേണം. ആ മനുഷ്യന്റെ വലിയ മനസ്സുകണ്ട് ലോകം സ്തംഭിച്ചു നിന്നു. അധികാരത്തിന്റെ ഗർവിനേക്കാൾ വലുതാണ് ഒരു സാധാരണക്കാരന്റെ സേവനമെന്ന് അദ്ദേഹം അവിടെ തെളിയിച്ചു. ഡൽഹിയിലെ വലിയ കെട്ടിടങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ ദശരഥ് മാഞ്ചി കുറച്ചു ദിവസങ്ങൾ ചിലവഴിച്ചു. ഭരണാധികാരികൾ അദ്ദേഹത്തെ ആദരിച്ചു. പത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം അച്ചടിച്ചു വന്നു. പക്ഷേ ആ ആഡംബരങ്ങളൊന്നും മാഞ്ചിയുടെ മനസ്സിനെ സ്പർശിച്ചില്ല. അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഗഹ്ലൂർ മലനിരകളിൽ തന്റെ ഉളി പാറയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആ പരിചിതമായ ശബ്ദമായിരുന്നു.
അധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒരു കടലാസിൽ കുറിച്ചെടുത്ത് അദ്ദേഹം തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. ട്രെയിനിറങ്ങി ദൂരെ ആ മല കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണു. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു, അദ്ദേഹം ആത്മകഥം ചെയ്തു. നഗരത്തിലെ സൗകര്യങ്ങളെക്കാൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് ആ പരിക്കൻ പാറക്കൂട്ടങ്ങളായിരുന്നു. തന്റെ ദൗത്യം ഇനിയും പൂർണ്ണമായിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വഴിവെട്ടി തുടങ്ങിയെങ്കിലും അത് സുരക്ഷിതമായൊരു പാതയാക്കി മാറ്റാൻ ഇനിയും കഠിനാധ്വാനം ആവശ്യമായിരുന്നു. തന്റെ പഴയ ഉളിയും ചുറ്റികയും കയ്യിലെടുത്ത് അദ്ദേഹം വീണ്ടും മലമുകളിലേക്ക് നടന്നു. പ്രായം അദ്ദേഹത്തെ തളർത്താൻ തുടങ്ങിയിരുന്നു. ഓരോ തവണ ചുറ്റിക വീശുമ്പോഴും കൈകൾ പണ്ടത്തെ പോലെ ഉറച്ചു നിൽക്കുന്നില്ല. ശ്വാസം മുട്ടിക്കുന്ന ചൂടിൽ വേഗത്തിൽ തളർച്ച അനുഭവപ്പെടുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു യുവാവിൻ്റേതായിരുന്നു. ഗ്രാമത്തിലെ യുവാക്കൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് പറഞ്ഞു, മാഞ്ചി, ഇനി നിങ്ങൾ വിശ്രമിക്കൂ, ബാക്കി ഞങ്ങൾ ചെയ്തുകൊള്ളാം. പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ഇതെന്റെ പ്രണയമാണ്, ഇതെന്റെ തപസ്സാണ്, ഇത് പൂർത്തിയാക്കേണ്ടത് ഞാനാണ്. ഓരോ കല്ല് അടർന്നു വീഴുമ്പോഴും അദ്ദേഹം തന്റെ ഫാൽഗുനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രായം ഒരു വെറും അക്കമാണെന്നും ലക്ഷ്യബോധമുള്ളവന്റെ മുന്നിൽ കാലം പോലും വഴിമാറുമെന്നും അദ്ദേഹം അവിടെ തെളിയിച്ചു. ആ പാതയുടെ അറ്റം ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വ്യക്തമായി തെളിഞ്ഞു തുടങ്ങിയിരുന്നു. പാതയുടെ അവസാന ഭാഗത്തെത്തിയപ്പോൾ ദശരഥന് നേരിടേണ്ടി വന്നത് ഒരു വലിയ കരിമ്പാറയായിരുന്നു. സാധാരണ പാറകളേക്കാൾ ഉറപ്പുള്ള, ഇരുമ്പുപോലെ കടുപ്പമുള്ള ഒന്നായിരുന്നു അത്. ദിവസങ്ങളോളം അദ്ദേഹം ആ പാറയിൽ ആഞ്ഞടിച്ചിട്ടും ഒരു ചെറിയ പോരൽ പോലും വീണില്ല. ഒരു നിമിഷം അദ്ദേഹം നിരാശനായി. ആ പാറയ്ക്ക് മുന്നിൽ തളർന്നിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഫാൽഗുനിയുടെ ആ അവസാന നിമിഷങ്ങൾ കടന്നുവന്നു. ആ മലമുകളിൽ നിന്നവൾ വഴുതി വീണ ആ കല്ലുകൾ, ആ ചോരപ്പാടുകൾ, ആ ഓർമ്മ അദ്ദേഹത്തെ വീണ്ടും ഉണർത്തി. അദ്ദേഹം ആ പാറയ്ക്ക് ചുറ്റും ഉണങ്ങിയ വിറകുകൾ കൂട്ടിയിട്ട് തീ കൊളുത്തി. പാറ ചുട്ടുപഴുത്തപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തണുത്ത വെള്ളം അതിലേക്കൊഴിച്ചു. പാറയിൽ വിള്ളലുകൾ വീണു. സർവ്വ കരുത്തുമെടുത്ത് അദ്ദേഹം ആ ചുറ്റിക വീശി. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ കരിമ്പാറ പിളർന്നുമാറി. വിജയത്തിലേക്കുള്ള അവസാനത്തെ തടസ്സവും നീങ്ങിയിരിക്കുന്നു. ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. 1982 ഒരു തെളിഞ്ഞ പ്രഭാതം. ദശരഥ് മാഞ്ചി തന്റെ ഉളിയും ചുറ്റികയും താഴെ വെച്ചു. 22 വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവാവായി ആ മലയുടെ മുന്നിൽ നിന്ന അദ്ദേഹം ഇന്നൊരു വൃദ്ധനായിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനു മുന്നിൽ ആ കൂറ്റൻ മല തോറ്റുകൊടുത്തിരിക്കുന്നു. 360 അടി നീളവും 30 അടി വീതിയുമുള്ള ആ മനോഹരമായ പാത മലയുടെ നടുവിലൂടെ മറുവശത്തേക്കു നീണ്ടുകിടക്കുന്നു. 70 കിലോമീറ്റർ ദൂരം വെറും 1 കിലോമീറ്ററായി കുറഞ്ഞു. ഗഹ്ലൂർ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദിവസമായിരുന്നു അത്. 22 വർഷം മുൻപ് അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നു വിളിച്ചു പരിഹസിച്ചവർ ആ പാതയുടെ അറ്റത്തുവന്ന് അമ്പരപ്പോടെ നിന്നു. അവർ കണ്ടതൊരു മനുഷ്യനെയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തെയായിരുന്നു. ആ വഴിയിലൂടെ ആദ്യമായി ഒരു വാഹനം കടന്നുപോയപ്പോൾ മാഞ്ചി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഫാൽഗുനി, ഞാൻ വാക്കുപാലിച്ചു. ഗഹ്ലൂർ ഗ്രാമത്തിന്റെ ശാപം ആ നിമിഷം അവസാനിച്ചു. മല തുരന്ന് പാത വെട്ടിയ വാർത്ത ഭാരതം മുഴുവൻ പടർന്നു. 22 വർഷം മുൻപ് ഒരാൾ പരിഹാസത്തോടെ നോക്കിയ ആ ഗഹ്ലൂർ മലനിരകളിലേക്ക് ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങി. പത്രപ്രവർത്തകർ വന്ന് ആ 360 അടി നീളമുള്ള അത്ഭുതം കണ്ട് വിസ്മയിച്ചു. വെറുമൊരു ഉളിയും ചുറ്റികയും കൊണ്ട് ഒരു മനുഷ്യനിതെങ്ങനെ സാധിച്ചു എന്ന് അവർ അത്ഭുതപ്പെട്ടു. ലോകം അദ്ദേഹത്തിന് മൗണ്ടൻ മാൻ എന്ന പേര് നൽകി. വലിയ നഗരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങൾ വന്നു. പക്ഷേ ദശരഥ് മാഞ്ചി പഴയതുപോലെ തന്നെയായിരുന്നു. തന്റെ മുഷിഞ്ഞ വസ്ത്രവും തഴമ്പിച്ച കൈകളുമായി അദ്ദേഹം ആ പാതയുടെ ഒരറ്റത്തിരുന്നു. എനിക്ക് അവാർഡുകളല്ല വേണ്ടത്, എന്റെ നാട്ടുകാർക്ക് വേണ്ടത് ഒരു ആശുപത്രിയും സ്കൂളുമാണ് എന്ന് അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു. തന്റെ പ്രണയത്തിനു വേണ്ടി തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ ഒരു ജനതയുടെ മുഴുവൻ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. ദശരഥ് മാഞ്ചി എന്ന ആ വലിയ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ മലയുടെ നെഞ്ചിൽ തെളിച്ച വഴിയിലൂടെ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഭയമില്ലാതെ നടക്കുന്നു. 70 കിലോമീറ്റർ യാത്ര വെറും 1 കിലോമീറ്ററായി മാറിയപ്പോൾ ഒരു ഗ്രാമത്തിന്റെ ശാപമാണ് അവിടെ അവസാനിച്ചത്. മല തുരന്ന് വഴിവെട്ടിയതോടെ ദശരഥ് മാഞ്ചി ലോകപ്രശസ്തനായി. സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിന്റെ ആ ചെറിയ കുടിലിലേക്ക് ഒഴുകിയെത്തി. ക്യാമറകൾ മിന്നി, കൈകൾ കുലുക്കി, വലിയ വാഗ്ദാനങ്ങൾ നൽകി. നിങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ഉടൻ റോഡ് പണിയും, ഒരാശുപത്രിയും സ്കൂളും കൊണ്ടുവരും എന്നവർ ആവേശത്തോടെ പറഞ്ഞു. വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. മാഞ്ചി കാത്തിരുന്നു.
പക്ഷേ ആ മലയടിവാരത്തിൽ പുതിയതായി ഒന്നും സംഭവിച്ചില്ല. ഉദ്യോഗസ്ഥർ നൽകിയ വാഗ്ദാനങ്ങൾ വെറും ഫയലുകളിൽ ഉറങ്ങിക്കിടന്നു. പാവപ്പെട്ട ഗ്രാമവാസികൾ ഇപ്പോഴും ശരിയായ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെട്ടു. തൻ്റെ 22 വർഷത്തെ അധ്വാനം കൊണ്ട് വെട്ടിത്തെളിച്ച ആ വഴിയിലൂടെ ഒരു ആംബുലൻസ് കടന്നുപോകുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തൻ്റെ ഗ്രാമത്തിൻ്റെ ശബ്ദം ആരും കേൾക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാഞ്ചി വീണ്ടും തൻ്റെ ആ പഴയ ലാഥി കയ്യിലെടുത്തു. ഇത്തവണ പോരാട്ടം മലയോടല്ലായിരുന്നു, മറിച്ച് നീതി നിഷേധിക്കുന്ന വ്യവസ്ഥിതിയോടായിരുന്നു. അധികാരികളുടെ അനാസ്ഥയിൽ മനംനൊന്ത് ദശരഥ് മാഞ്ചി ഒരു വലിയ തീരുമാനമെടുത്തു. തൻ്റെ ഗ്രാമത്തിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയൂന്നി റെയിൽവേ ട്രാക്കിലൂടെ നടക്കാൻ തുടങ്ങി. ബീഹാറിലെ ഗയയിൽ നിന്നും 1000-ലധികം കിലോമീറ്റർ ദൂരെയുള്ള ഡൽഹിയിലേക്ക് ആ വൃദ്ധൻ യാത്ര തിരിച്ചു. ട്രെയിൻ പാളങ്ങൾക്കരികിലൂടെ കത്തുന്ന വെയിലിലും കൊടും തണുപ്പിലും അദ്ദേഹം ദിവസങ്ങളോളം നടന്നു. വഴി കണ്ടുമുട്ടുന്നവർ ആ അത്ഭുത മനുഷ്യനെ നോക്കി വിസ്മയിച്ചു. എന്തിനാണ് നിങ്ങളിങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിച്ചവരോട് അദ്ദേഹം ശാന്തമായി പറഞ്ഞു, എൻ്റെ ഗ്രാമത്തിന് ഒരു റോഡ് വേണം. ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ദൂരങ്ങൾ പോലും വഴിമാറുകയായിരുന്നു. ആ നടത്തം കേവലം ഒരു യാത്രയായിരുന്നില്ല, അതൊരു നിശബ്ദ വിപ്ലവമായിരുന്നു. ആഴ്ചകൾ നീണ്ട ആ കഠിനമായ നടത്തത്തിനൊടുവിൽ മാഞ്ചി ഡൽഹിയിലെത്തിച്ചേർന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളും ചിതറിയ മുടിയുമായി നിൽക്കുന്ന ആ വൃദ്ധനെ കണ്ടപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം തടഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയറിഞ്ഞപ്പോൾ വാർത്താമാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. മല തുരന്ന മനുഷ്യൻ ഡൽഹിയിൽ നടന്നെത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. അധികാരത്തിൻ്റെ വലിയ കെട്ടിടങ്ങൾക്കുള്ളിൽ മാഞ്ചി തൻ്റെ ഗ്രാമത്തിൻ്റെ ആവശ്യങ്ങൾ ഉറക്കെ പറഞ്ഞു. പ്രധാനമന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. നിങ്ങളുടെ ഗ്രാമത്തിൽ റോഡും ആശുപത്രിയും ഉറപ്പായും വരും എന്ന വാഗ്ദാനം അദ്ദേഹം അവിടെ നിന്നും നേടി. ഒരു സാധാരണക്കാരൻ തൻ്റെ നീതിക്ക് വേണ്ടി ഇത്രയധികം ദൂരം നടന്നത് ലോകത്തിനു മുന്നിൽ വലിയൊരു പാഠമായിരുന്നു. തൻ്റെ ദൗത്യം വിജയിച്ചെന്ന ആത്മവിശ്വാസത്തോടെ അദ്ദേഹം വീണ്ടും ഗഹ്ലുവിലേക്ക് മടങ്ങി. ഡൽഹിയിൽ നിന്നുള്ള മാഞ്ചിയുടെ മടക്കയാത്ര വലിയൊരു വാർത്തയായിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ വിവരമറിഞ്ഞ് അദ്ദേഹത്തെ നേരിൽ കാണാൻ ആഗ്രഹിച്ചു. ഒരു സാധാരണക്കാരനായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ വൃദ്ധൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. അവിടെ നടന്നത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. മുഖ്യമന്ത്രി തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം മാഞ്ചിയെ കൈപിടിച്ച് തൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുത്തി. ഈ കസേരയിലിരിക്കാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനേക്കാൾ വലിയ യോഗ്യത മറ്റാർക്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യൻ്റെ അസാമാന്യമായ അധ്വാനമെന്ന് ആ നിമിഷം ലോകത്തിനു മനസ്സിലായി. മാഞ്ചി ആ കസേരയിലിരുന്നുകൊണ്ട് തൻ്റെ ഗ്രാമത്തിനു വേണ്ടി വീണ്ടും സംസാരിച്ചു. അത് കേവലം ഒരു ആദരവായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ടത്തിനുള്ള അംഗീകാരമായിരുന്നു. വിജയങ്ങൾക്കിടയിലും വിധി വീണ്ടും മാഞ്ചിയെ പരീക്ഷിക്കാൻ തുടങ്ങി. കഠിനമായ പണിയും പോഷകാഹാരക്കുറവും കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ അവശനായി. തൊണ്ടയിൽ വല്ലാത്തൊരു വേദന അദ്ദേഹത്തെ അലട്ടിത്തുടങ്ങി. സംസാരിക്കാൻ പ്രയാസമായി. ഗ്രാമത്തിലെ നാട്ടുവൈദ്യന്മാർ നൽകിയ മരുന്നുകൾ ഫലിച്ചില്ല. പരിശോധനകൾക്ക് ശേഷം ആ സത്യം ലോകമറിഞ്ഞു. മാഞ്ചിക്ക് അർബുദമാണ്, ക്യാൻസർ. ആ വലിയ മലയെ തോൽപ്പിച്ച മനുഷ്യനെ കീഴടക്കാൻ ഒരു മാരക രോഗമെത്തിയിരിക്കുന്നു. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോഴും മാഞ്ചി ശാന്തനായിരുന്നു. എനിക്കിത്രയും കാലം തന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ വഴി പൂർത്തിയായിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഗ്രാമവാസികൾ ആ വലിയ മനുഷ്യനു വേണ്ടി പ്രാർത്ഥനകൾ തുടങ്ങി. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവനായി കാത്തിരുന്ന നിമിഷങ്ങൾ. അദ്ദേഹത്തെ മികച്ച ചികിത്സയ്ക്കായി ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയ ഡോക്ടർമാരും ആധുനിക സജ്ജീകരണങ്ങളും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ആ വെള്ളവിരിച്ച കിടക്കയിൽ കിടക്കുമ്പോൾ മാഞ്ചി തൻ്റെ ഗഹ്ലൂരിലെ ആ പരുക്കൻ മലനിരകളെ സ്വപ്നം കണ്ടു. ആശുപത്രിയിലെ നിശബ്ദതയിൽ അദ്ദേഹം തൻ്റെ ഫാൽഗുനിയുടെ ശബ്ദം കേട്ടു. രോഗത്തിൻ്റെ വേദനയേക്കാൾ അദ്ദേഹത്തെ തളർത്തിയത് തൻ്റെ ഗ്രാമത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ സന്ദർശിച്ചു. പക്ഷേ മരുന്നുകൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ആ രോഗം പടർന്നിരുന്നു. തൻ്റെ അവസാന നിമിഷങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും എൻ്റെ വഴി നോക്കണേ എന്ന് മാത്രമാണ് അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞത്. ഒരു ഇതിഹാസത്തിൻ്റെ അന്ത്യം പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2007 ഓഗസ്റ്റ് 17 ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലെ ആ തണുത്ത മുറിയിൽ
ദശരഥ് മാഞ്ചി തൻ്റെ അവസാന ശ്വാസത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു. ഡോക്ടർമാരും അധികാരികളും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ മാഞ്ചിയുടെ മനസ്സ് അവിടെയായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഗഹ്ലൂരിലെ ആ പരുക്കൻ മലനിരകളെ സ്വപ്നം കാണുകയായിരുന്നു. താൻ വെട്ടിയ ആ പാതയിലൂടെ കാറ്റായി ഒഴുകി നടക്കുന്നത് അദ്ദേഹത്തിന് ഭാവനയിൽ കണ്ടു. അകലെ തൻ്റെ പ്രിയപ്പെട്ട ഫാൽഗുനി കൈവീശി വിളിക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഞാൻ വരുകയാണ് ഫാൽഗുനി എന്നാ മനസ്സ് മന്ത്രിച്ചു. 73 വർഷത്തെ ആ ധീരമായ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് ആ ഇതിഹാസം കണ്ണുകളടച്ചു. ഒരു വലിയ പർവ്വതത്തേക്കാൾ കരുത്തുള്ള ആ മനുഷ്യൻ നിശബ്ദതയിലേക്ക് മടങ്ങി. പക്ഷേ അദ്ദേഹം വെട്ടിത്തെളിച്ച ആ വഴി അപ്പോഴും സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. മാഞ്ചിയുടെ ഭൗതിക ശരീരം ഗഹ്ലൂരിലേക്ക് കൊണ്ടുവന്നു. അതൊരു സാധാരണ ശവസംസ്കാരമായിരുന്നില്ല. ബീഹാർ സർക്കാർ അദ്ദേഹത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകാൻ തീരുമാനിച്ചു. തോക്കുകൾ മുഴങ്ങി. ഗാർഡ് ഓഫ് ഓണർ നൽകപ്പെട്ടു. മുഖ്യമന്ത്രിയും ആയിരക്കണക്കിന് ഗ്രാമവാസികളും ആ വലിയ മനുഷ്യന് അവസാനമായി പ്രണാമമർപ്പിച്ചു. തൻ്റെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിലും അവഗണനയിലും കഴിഞ്ഞ ആ മനുഷ്യന് ലഭിച്ച ആ രാജകീയ വിടവാങ്ങൽ ലോകത്തിന് ഒരു വലിയ പാഠമായിരുന്നു. പണമോ പദവിയോ അല്ല ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത്, മറിച്ച് അവൻ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ പ്രവൃത്തിയാണെന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ, ആ മലയുടെ തണലിൽ മാഞ്ചി എന്നേക്കുമായി ഉറങ്ങി. മാഞ്ചിയുടെ മരണത്തിനു ശേഷം ആ ഗ്രാമം മാറാൻ തുടങ്ങി. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആ വഴിയിലൂടെ ടാറിട്ട വലിയ റോഡുകൾ വന്നു. വാഹനങ്ങൾ സുഗമമായി മറുവശത്തേക്ക് നീങ്ങി. കിലോമീറ്ററുകൾ ചുറ്റാതെ തന്നെ ഗ്രാമവാസികൾക്ക് ആശുപത്രികളിലെത്താൻ കഴിഞ്ഞു. മാഞ്ചി വെട്ടിയ ആ വഴി ഒരു പാത മാത്രമല്ല, ആ ഗ്രാമത്തിൻ്റെ ജീവനാഡിയായി മാറി. ഇന്ന് ആ പാതയിലൂടെ നടന്നുപോകുന്ന ഓരോ കുട്ടിയും ദശരഥ് മാഞ്ചിയുടെ കഥ കേട്ടാണ് വളരുന്നത്. ആ മലയുടെ ചുവട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉയർന്നു നിൽക്കുന്നു. തൻ്റെ കയ്യിൽ ഉളിയും ചുറ്റികയുമായി ആ മലയെ നോക്കി നിൽക്കുന്ന മാഞ്ചി ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു: ഒരിക്കലും തോറ്റുകൊടുക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ വഴിമാറും. 22 വർഷത്തെ ആ തപസ് ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു. ദശരഥ് മാഞ്ചി എന്ന ആ വലിയ മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അവഗണനകളോടും ദാരിദ്ര്യത്തോടും പൊരുതിയവനാണ്. എന്നാൽ കാലം അദ്ദേഹത്തിന് കരുതിവെച്ചത് വലിയൊരാദരവായിരുന്നു. 2006-ൽ, അതായത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന് ഒരു വർഷം മുൻപ്, ഭാരത സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തു. ഒരു സാധാരണ മലമ്പ്രദേശത്ത് ജനിച്ച അക്ഷരഭ്യാസമില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യൻ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നിന് അർഹനായി മാറിയെന്നത് ഒരു വിസ്മയമായിരുന്നു. പക്ഷേ മാഞ്ചിക്ക് പുരസ്കാരങ്ങളെക്കാൾ വലുത് തൻ്റെ ഗ്രാമത്തിലെ വികസനമായിരുന്നു. എനിക്കീ ബഹുമതികൾ വേണ്ട, പകരം എൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകൂ എന്ന് അദ്ദേഹം അധികാരികളോട് ആവശ്യപ്പെട്ടു. സ്വന്തം പേരിനേക്കാൾ തൻ്റെ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച ആ മനുഷ്യൻ പത്മശ്രീയേക്കാൾ വലിയൊരു പുരസ്കാരമായി ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലകൊള്ളുന്നു. ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥ കേട്ട് ലോകം മുഴുവൻ അമ്പരന്നുപോയി. പ്രശസ്ത ബോളിവുഡ് നടൻ ആമിർ ഖാൻ മാഞ്ചിയുടെ ഗ്രാമമായ ഗഹ്ലൂർ നേരിട്ട് സന്ദർശിച്ചു. അദ്ദേഹം തൻ്റെ സത്യമേവ ജയതേ എന്ന പരിപാടിയിലൂടെ മാഞ്ചിയുടെ പോരാട്ടം കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു. പിന്നീട് കേതൻ മേത്ത എന്ന സംവിധായകൻ മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയാക്കി. നവാസുദ്ദീൻ സിദ്ദീഖി എന്ന നടൻ മാഞ്ചിയായി ജീവിച്ചു കാണിച്ചപ്പോൾ ലോകം മുഴുവൻ ആ കണ്ണീരിലും വിയർപ്പിലും പങ്കുചേർന്നു. ഒരു സാധാരണക്കാരൻ തൻ്റെ പ്രണയത്തിനു വേണ്ടി ഒരു മലയെ തന്നെ കീഴ്പ്പെടുത്തിയ ചരിത്രം കണ്ട് ലോകത്തെ വലിയ നഗരങ്ങളിലുള്ളവർ പോലും വിസ്മയിച്ചു. മാഞ്ചി വെട്ടിയ ആ വഴി ഇന്ന് വെറുമൊരു റോഡല്ല, അത് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഓരോ മനുഷ്യൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ്. ഇന്ന് ഗഹ്ലൂർ ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ മാഞ്ചി വെട്ടിയ ആ വലിയ വിടവ് നിങ്ങൾക്ക് കാണാം. 22 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം ഇന്നും അവിടെ കലയുയർത്തി നിൽക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരാശുപത്രിയും സ്കൂളും ഇന്ന് നിലവിലുണ്ട്. ഗ്രാമവാസികൾ ആ പാതയിലൂടെ നടക്കുമ്പോൾ ഇന്നും മാഞ്ചിയെ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഭഗീരഥ് മാഞ്ചി
ഇന്നും ആ ഗ്രാമത്തിൽ ലളിതമായ ജീവിതം നയിക്കുന്നു. തൻ്റെ അച്ഛൻ അവശേഷിപ്പിച്ചു പോയ ആ വലിയ സന്ദേശം ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഇന്നും പങ്കുവെക്കുന്നു. മലയോടുള്ള പോരാട്ടം കഴിഞ്ഞു, ഇനി മനുഷ്യരുടെ മനസ്സിലെ ദാരിദ്ര്യത്തോടാണ് പോരാട്ടം എന്ന് മാഞ്ചി എപ്പോഴും പറയുമായിരുന്നു. ആ വലിയ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ഇന്നും ആ മണ്ണിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ആ പാതയിലൂടെ ഇന്ന് ആംബുലൻസുകൾ ഓടുമ്പോൾ മാഞ്ചിയുടെ ആത്മാവ് എവിടെയോ ഇരുന്ന് സംതൃപ്തിയോടെ ചിരിക്കുന്നുണ്ടാവാം. കൂട്ടുകാരെ, ദശരഥ മാഞ്ചി ഉപയോഗിച്ചിരുന്ന ആ പഴയ ഉളിയും ചുറ്റികയും ഇന്ന് വെറുമൊരു ഇരുമ്പ് കഷണങ്ങളല്ല, അവ ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. മാഞ്ചി പറയുമായിരുന്നു, മലയേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന്. അദ്ദേഹം തൻ്റെ കയ്യിൽ ആയുധമെടുത്തത് ആരോടും യുദ്ധം ചെയ്യാനായിരുന്നില്ല, മറിച്ച് തൻ്റെ ഗ്രാമത്തിൻ്റെ കണ്ണീരൊപ്പാനായിരുന്നു. ആ ഉളിയുടെ ഓരോ അടികളിലും ഫാൽഗുനിയോടുള്ള പ്രണയവും ഗ്രാമത്തോടുള്ള കരുണയുമുണ്ടായിരുന്നു. ഇന്ന് ആ പാതയിലൂടെ നടക്കുമ്പോൾ ആ കരിങ്കല്ലുകളിൽ പതിഞ്ഞ വിള്ളലുകൾ നമുക്ക് പറഞ്ഞു തരുന്നതൊന്നു മാത്രം: നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ആ നിശബ്ദമായ വിപ്ലവം ഇന്നും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു കനലായി എരിയുന്നു. ദശരഥ മാഞ്ചി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ലക്ഷ്യം വലുതാണെങ്കിൽ ലോകം നിങ്ങളുടെ മുന്നിൽ വഴിമാറും. കയ്യിൽ വലിയ ആയുധങ്ങളില്ലാത്തതുകൊണ്ടോ ആരും കൂടെയില്ലാത്തതുകൊണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത്. ഒരു സാധാരണക്കാരന് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു മലയെ പിളർത്താമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾക്ക് ഏതൊരു തടസ്സത്തെയും മറികടക്കാൻ കഴിയും. പ്രതിസന്ധികൾ വരുമ്പോൾ തളരരുത്. മാഞ്ചി ഓരോ ചെറിയ കല്ലായിട്ടാണ് ആ മലയെ നീക്കിയത്. അതുപോലെ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഓരോ ചെറിയ ചുവടുകളായി വെച്ചു തുടങ്ങുക. കാലം നിങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കും. ആ വലിയ മനുഷ്യൻ്റെ ആത്മവിശ്വാസം നിങ്ങളിലും ഒരു കനലായി എരിയട്ടെ. തോറ്റുകൊടുക്കില്ല എന്ന ആ ഉറച്ച വിശ്വാസത്തോടെ വേണം നാം ഓരോ ദിവസവും ഉണരാൻ. ഇനി നമുക്ക് പതുക്കെ ആ ശാന്തമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. ഇന്നത്തെ ഈ കഥ ഇവിടെ പൂർത്തിയാകുകയാണ്. ദശരഥ് മാഞ്ചി എന്ന വലിയ മനുഷ്യൻ തൻ്റെ ദൗത്യം കഴിഞ്ഞ് ആ മലയുടെ തണലിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥ നൽകിയ ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ശ്വാസം സാവധാനം അകത്തേക്കും പുറത്തേക്കും വിടുക. മനസ്സൊരു പർവ്വതം പോലെ ഉറച്ചതാവട്ടെ. ചിന്തകൾ ഒഴുകുന്ന കാറ്റുപോലെ ശാന്തമാവട്ടെ. നാളെ ഒരു പുതിയ പോരാട്ടത്തിന് കരുത്തോടെ ഉണരാൻ ഈ ഉറക്കം നിങ്ങളെ സഹായിക്കും. മാഞ്ചിയുടെ ദൃഢനിശ്ചയം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കരുത്തു പകരട്ടെ. നിദ്രാവൈബിലൂടെ ഏവർക്കും സമാധാനപൂർണമായ ഒരു രാത്രി നേരുന്നു. മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് വിശ്രമിക്കൂ. ശുഭനിദ്ര.